ഇന്ന് ഒരിച്ചിരി വലിയ മീൻതല കറി വയ്ക്കാൻ പോവാണേ. അപ്പം ചേട്ടൻ്റെ അപ്പച്ചി മാവേലിക്കരയിൽ നിന്ന് വന്നപ്പോഴത്തേക്കും വലിയൊരു മീൻതല വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് വെട്ടി വൃത്തിയാക്കി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കഴുകിയാൽ മാത്രം മതിയായിരുന്നേ. അപ്പോൾ ഒരു ഉരുളി വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോഴത്തേക്കും വെളുത്തുള്ളി ഇട്ടു, കടുക് പൊട്ടിച്ചു, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി വഴറ്റി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി മൂത്ത് വന്നപ്പോഴത്തേക്കും കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ആ പുളിയും വെള്ളവും കൂടെ ഈ പൊടിയിലേക്ക് അങ്ങ് ചേർത്തു. നമ്മുടെ മീൻതല വേവാൻ ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു, ഉപ്പും കൂടിട്ടെ. ഇതിനൊക്കെ മുമ്പേ ഞാൻ ഈ 50 രൂപയോ 100 രൂപയോ ഒക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ചെറിയ മീൻതല കറി ചെറിയ ചട്ടിയിലൊക്കെ കറി വെച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇങ്ങനെ വലിയ ഉരുളിയിലൊന്നും മീൻതല കറിയൊന്നും ഞാൻ വെച്ചിട്ടില്ല. ആദ്യമായിട്ടൊന്ന് ശ്രമിച്ച് നോക്കിയതായിരുന്നേ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം ഇതാ ഈ കഴുകി വെച്ചിരിക്കുന്നത് കൂടാതെ ഇത്രയും കൂടെ തല വേറെയും കൂടെ ഉണ്ടായിരുന്നു. ഒരു മീൻതല വെട്ടിയപ്പം ഇതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു. നമ്മൾ പകുതി എടുത്ത് കറി വെച്ചിട്ട് പകുതി ഫ്രിഡ്ജ് വെച്ചതാണേ. അപ്പം അരപ്പൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും കഴുകി വെച്ചിരിക്കുന്ന തലയും കൂടെ ഇതിലേക്ക് ചേർത്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കറിയൊക്കെ നന്നായിട്ട് വറ്റിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരബദ്ധം പറ്റിപ്പോയി. കറി റെഡിയായി കഴിഞ്ഞപ്പോഴേ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. ഉച്ചക്കലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴോ ആണ് ഓർത്തത് വീഡിയോ എടുക്കുന്ന കാര്യം. തലക്കറി റെഡിയായപ്പം ഒരു ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റാത്തതിൽ ഒരു വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി പിന്നെ കാണാവേ.